ഹായ് ഹലോ ഒരുപാട് ദിവസമായി ഇങ്ങനെ നേരിട്ടൊരു വീഡിയോയിൽ വരാത്തത്. ഭയങ്കര സങ്കടത്തോടെയാണ് ഇന്ന് വന്നത്. കാരണം നമ്മളെല്ലാവരും ചെറിയ വലിയ ചാനലുകളിലെല്ലാം കണ്ടതുമാണ് ജസിയ ആഷിഖിൻ്റെ അവസ്ഥ. ആ കുട്ടി ഒരുപാട് 1.5 വർഷത്തോളമായി ഈ ഒരു ക്യാൻസർ രോഗത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാൻസർ രോഗം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം എൻ്റെ ഇത്താത്തയുടെ മോനിക്ക് വന്നിട്ട് 3 വയസ്സുള്ള മോനാണ്. 3 വയസ്സിലാണ് അവനക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഓൻ്റെ ഓരോ ചേഞ്ചസും, അതായത് ഓൻ്റെ രൂപമാറ്റങ്ങളും എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം അത്രയും കാഠിന്യമേറിയതാണ് ഈ ഒരു രോഗം എന്ന് പറയുന്നത്. വളരെ പെയിൻഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രോഗത്തിൻ്റെ നല്ലോണം അറിയാം. ഇതിനെക്കുറിച്ചിട്ട് ശരിക്കും ഒരുപാട് സങ്കടം തോന്നി. കാരണം നല്ലൊരു സമയത്ത് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം 2 വർഷത്തോളമായെന്ന് തോന്നുന്നു. ഈ 2 വർഷത്തിൽ 3 മാസം ആണ് ശരിക്കും ജീവിച്ചത്. അപ്പോഴേക്കും ക്യാൻസർ രോഗം ബാധിച്ച് ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ തന്നെ കഴിയാണ്ടായിപ്പോയി. അതിനൊരു സമ്പാദ്യം, അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇപ്പോൾ 1 ലക്ഷത്തിൽ കവിഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലുണ്ട് അവർക്ക്. അപ്പം അതിൽ നിന്നൊന്നും കിട്ടുന്നൊരു വരുമാനം ഒന്നിനും തികയുന്നില്ല എന്നൊരവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഹോസ്പിറ്റലാണ്, ശ്വാസം മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യുന്നില്ല. കാരണം ചെറിയൊരു ചാനലാണ്, സബ്സ്ക്രൈബേഴ്സൊന്നും ഒരുപാടില്ലാത്തൊരു ചാനലാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അറിയുന്നവരുടെ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ നമ്മൾ ആ ഒരു ചിന്തയോട് കൂടിയല്ല. കാരണം ജെസ്സിയുടെ വീഡിയോസ് ഞാൻ കാണുന്നതാണ്. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തതാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഒരു എമൗണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഓരോ 10 രൂപയ്ക്ക് പോലും, അല്ലെങ്കിൽ 1 രൂപയ്ക്ക് പോലും വലിയൊരു മൂല്യമുണ്ട്. കാരണം അത്രയും അവസ്ഥയിലാണ് ഈ കുട്ടിയുള്ളത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സഹായിക്കുക. ഈ രോഗത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ സഹായിക്കുക. നമുക്ക് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെ ആൾ തിരിച്ച് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, പിന്നെ നമുക്ക് 1 രൂപ പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കട്ടെ, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തട്ടെ. പിന്നെ ആത്മാർത്ഥമായിട്ട് പഠിച്ചവനോട് ദുആ ചെയ്യുക. ഇനിയും തന്നെ ആർക്കും ഇതുപോലുള്ള രോഗം വന്ന് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ പഠിച്ചു കാക്കുമാറാകട്ടെ, കാത്ത് രക്ഷിക്കട്ടെ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എല്ലാവരും സഹായിക്കുക. പിന്നെ അവരുടെ ഗൂഗിൾ പേ അക്കൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സഹായിക്കുക. Thank you.